നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ്, ബുധനാഴ്ച ദിവസം. നാളത്തെ ദിവസം 9 നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്രതീക്ഷിതമായി കുറച്ച് ധനമൊക്കെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്. കയ്യിലേക്ക് ധനം വന്നു ചേരുന്നതിന് നിങ്ങളായിട്ട് തടസ്സമുണ്ടാകാതിരിക്കാനും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. നാളത്തെ ദിവസം കുടുംബത്തിലും ചില മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും ശുഭകരമായ വാർത്തകളൊക്കെ ശ്രവിക്കുവാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗ്യശാലികളായ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രത്തിന് നാളെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ജനങ്ങൾ വഴി സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുമായി ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളോ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഭൂമി സംബന്ധമായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറും. ഭൂമി മാത്രമല്ല, സ്വർണവുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും പ്രയാസങ്ങൾ, അതായത് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പണയം വെപ്പോ കാര്യങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ നിലവിലുള്ള ഭരണി നക്ഷത്രക്കാരായ ആളുകൾ അതുവഴി ബന്ധുക്കളിലേക്ക് വീണ്ടും പ്രശ്നങ്ങളും മിണ്ടാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു രമ്യതയിലേക്ക് എത്തിച്ചേരാൻ നാളത്തെ ദിവസം വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. കൂടാതെ നാളത്തെ ദിവസം ലോട്ടറിയൊക്കെ എടുക്കുകയാണെങ്കിലും അതിലും ഒരു വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തികമായ ഒരു മാറ്റം ഉണ്ടാകുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന മികവ് പുലർത്താൻ നാളത്തെ ദിവസം സാധിക്കും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ഒരു മാറ്റത്തിൻ്റെ അഴിച്ചുപണിയുടെയൊക്കെ ഒരു ദിവസമാണ്. പുതുമയാർന്ന പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയും മേലുദ്യോഗസ്ഥരുമായി എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനിഷ്ടങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി രമ്യതയിലാക്കി സന്തോഷമായി മുന്നോട്ട് പോകാനും കർമ്മ മേഖലയിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി സമാധാനത്തോടുകൂടി നിങ്ങളുടെ കർമ്മം നിങ്ങൾക്ക് നിറവേറ്റാനും സാധ്യമാകുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളെ. ഇഷ്ടദേവത ദർശനം നടത്തുക, അതായത് ഇഷ്ടദേവതയാരോ ആ ക്ഷേത്രത്തിൽ നാളത്തെ ദിവസം പോയി പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നിലവിൽ തടസ്സങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഇവിടെ ചന്ദ്രഗ്രഹണമൊക്കെ വളരെ ഒരു മാറ്റമൊക്കെ വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ അനിശ്ചിതത്വവും മാറുന്ന ഒരു ദിവസം കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിന് തുടക്കമാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തെ ദിനം. രോഹിണി നക്ഷത്രക്കാർക്ക് വാഹന യോഗം കാണുന്ന സമയങ്ങളാണ്. നാളെ അതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളൊക്കെ, ഒരു പുതിയ വാഹനം എടുത്താലോ അല്ലെങ്കിൽ ഒന്ന് മാറ്റി വാങ്ങിയാലോ എന്നൊക്കെ ചില ചിന്തകളൊക്കെ വരും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ അനുകൂലമായ ഒരു സമയമാണ്. അത് നാളെ മുതൽ തുടങ്ങുകയാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ, തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി രമ്യതയിൽ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ നാളത്തെ ദിവസം സാധിക്കും. പങ്കാളി എന്ന് പറയുമ്പോൾ ബിസിനസ് നടത്തുന്ന ആളുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂട്ടുകക്ഷിയായിട്ട് ചേർന്ന് ബിസിനസ്സൊക്കെ നടത്തുന്ന പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ നടത്തി അതിലെന്തെങ്കിലും തെറ്റ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ പിണക്കമൊക്കെ മാറി വീണ്ടും രമ്യതയിലായി മുന്നോട്ട് പോകാൻ നാളത്തെ ദിവസം സഹായകമാകുന്നതാണ്. മനസ്സന്തോഷം, സമാധാനം, ഇതാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത്. നിങ്ങൾക്കില്ലാത്തതും അതുതന്നെയാണ്. ഇവിടെ നാളെ മുതലുള്ള സമയം മനസ്സന്തോഷം, മനസ്സമാധാനം ഉണ്ടാകുന്ന ദിവസം കൂടിയാണ്. മേലധികാരിയിൽ നിന്നൊക്കെ സൗഹാർദ്ദപരമായൊരു മനോഭാവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കർമ്മം നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ മേലധികാരി അനുകൂലമായി വരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉടക്കുകൾ പറഞ്ഞ് നിങ്ങളെ വീണ്ടും പ്രകോപിതനാക്കാൻ അദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ മോശ സമയത്തിൻ്റേത് കൊണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ മാറുന്ന ഒരു സമയം നാളെ തുടങ്ങുകയാണ്. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട്, അതായത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. സൗഹാർദ്ദപരമായി അവിടെയുള്ളവരൊക്കെ നിങ്ങളോട് പെരുമാറാൻ തുടങ്ങുന്ന ഒരു ദിനം കൂടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മുന്നേയുള്ള കാര്യങ്ങളെ അവരെന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ ഇരിക്കേണ്ട. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ദോഷ സമയത്ത് അത് അനുഭവിച്ചേ മതിയാകുമായിരുന്നു. അത് കഴിഞ്ഞ് ഇനി നല്ല രീതിയിലുള്ള സൗഹാർദ്ദമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അത് വളരെയേറെ കർമ്മ മികവുണ്ടാകുന്നതിനും കർമ്മ മേഖലയിൽ നിങ്ങൾക്കൊരു മാറ്റം, ഒരു പ്രൊമോഷനൊക്കെയുള്ള സാധ്യതയൊക്കെ തെളിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഒരു വാഹന യോഗം, നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വാഹനം വന്നു ചേരാനുള്ള ഭാഗ്യം തെളിഞ്ഞു കാണുന്നുണ്ട്. മകയിരം നക്ഷത്രക്കാർക്കും അവിവാഹിതരായിട്ടുള്ളവർക്ക് ഉത്തമ വിവാഹത്തിനുള്ള സമയം കൂടി നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. നല്ലൊരു വിവാഹാലോചന വരാനും അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും അതുവഴി സന്തോഷിക്കാനുമുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ഉത്തമമായ തൊഴിൽ ലബ്ധിക്കുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സമയമാണിപ്പോൾ വന്നണഞ്ഞിരിക്കുന്നത്. ആഭരണമൊക്കെ സമ്മാനമായി ലഭിക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയ ചില മുതലുകൾ തിരികെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി കയ്യിലേക്ക് ധനം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതേപോലെ ശാരീരികമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ,
വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്ന ആ ഒരു അസുഖം, ആ ഒരു ബുദ്ധിമുട്ട്, ശാരീരിക ബലഹീനത അല്ലെങ്കിൽ ശരീരത്തിന് ബലമില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഒരുപാട് അസ്ഥി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൽ നിന്നൊരു മോചനം വന്നു ചേരുന്ന ഒരു സമയം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ്. എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു ശമനം ഉണ്ടാകുന്ന സമയമാണ് തുടങ്ങുന്നത്. ദൈവാധീനം നല്ല രീതിയിലുണ്ട് എങ്കിലും വീണ്ടും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പ്രാർത്ഥന വേണം, അതേപോലെ കർമ്മം നമ്മൾ ചെയ്യുകയും വേണം. രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു പോസിറ്റിവിറ്റി ഉണ്ടായി ഭാഗ്യം നമ്മളിലേക്ക് ഒത്തിരിയായി എത്തിച്ചേരുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഭാഗ്യമാണ് അല്ലെങ്കിൽ അനുകൂല സമയമാണ്, ഞാൻ കർമ്മമൊന്നും ചെയ്യേണ്ട, ഭാഗ്യം എന്നിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ കർമ്മം ചെയ്യുക, നല്ലൊരു സമയമായതിനാൽ ആ ഫലം പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ കുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തുക, ഒരു വിളക്കൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പുണർദം നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വർണ്ണാഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. നാളത്തെ ദിവസം ആർക്കും സ്വർണം പണയം വയ്ക്കാനായിട്ടൊന്നും കൊടുക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾക്ക് കൊടുത്തേ മതിയാകൂ എങ്കിൽ അത് എല്ലാവരുടെയും, അതായത് ആരെങ്കിലും നമ്മൾ ജാമ്യം നിർത്തിയെന്നോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു ആളുകളോട് പറഞ്ഞിട്ടൊക്കെ വേണം കൊടുക്കാൻ. അല്ലാതെ നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനത്തിൽ കൊടുത്താൽ അത് വിഷയങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ വിവാഹവുമായി ബന്ധപ്പെട്ടും മറ്റുള്ള ആളുകളുടെ ഇടപെടലുകൾ കൊണ്ടുവരാതിരിക്കാനും നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മറ്റുള്ളവരിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് നാളത്തെ ദിവസം അല്പം ബുദ്ധിമുട്ടുകൾ നൽകും. നാളത്തെ ദിവസം മാത്രമാണ് ഇവിടെ പറയുന്നത്. നാളത്തെ ദിവസം എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ നിങ്ങൾ പുറപ്പെടാനിരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർ ചെയ്യും, ഞാൻ കൃത്യസമയത്ത് എത്തിയാൽ മതി എന്ന രീതിയിലല്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണ് നാളത്തെ ദിവസമെങ്കിൽ, അതേപോലെ പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള രേഖകൾ, നിങ്ങളുടേതായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ നിങ്ങൾ തന്നെ എടുത്തു വച്ചിട്ടുണ്ട് എന്നതുകൂടി ഉറപ്പുവരുത്തുക. മറ്റുള്ളവരുടെ മേൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അവർ ചെയ്തോളും, ഞാൻ മാറി നിന്നാൽ മതി എന്ന രീതിയിലൊന്നും നാളത്തെ ദിവസം ചെയ്യാതിരിക്കുക. കാരണം ചില അപാകതകളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്രധാനപ്പെട്ട കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് എന്നത് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. പൂരം നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം പണം കടം കൊടുക്കാൻ പാടുള്ളതല്ല. ധനമാർക്കും നാളത്തെ ദിവസം കടം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് തിരികെ കിട്ടാനുള്ള പ്രയാസം വളരെ വലുതായിരിക്കും. ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും നാളത്തെ ദിവസം കയ്യിൽ നിന്ന് ധനം പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാലും നാളത്തെ ദിവസം നല്ല രീതിയിലുള്ള ശ്രദ്ധ അത്യാവശ്യമാണ്. അതേപോലെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരും നാളത്തെ ദിവസം നല്ല ദൈവാധീനം ഉണ്ടാക്കിയെടുക്കാൻ രാവിലെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെയധികം ഫലം ചെയ്യും. നാളത്തെ ദിവസം അത്ര ശോഭനമായി കാണുന്നില്ല. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ ചെറിയ വിഷമതകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ പുറപ്പെടുന്നതിന് മുന്നേ, ഏത് പ്രധാന കാര്യത്തിന് പുറപ്പെടുന്നതിന് മുന്നേയും നാളത്തെ ദിവസം അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നുള്ളൊരുകിയുള്ള പ്രാർത്ഥന നാളത്തെ ദിവസം, അതാണ് നിങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടാകുന്നത്. വിശാഖം നക്ഷത്രക്കാർക്കും നാളെ സുഖവും സമാധാനവും സന്തോഷവും അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ഏതു പ്രവൃത്തി ചെയ്താലും ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു, അതൊക്കെ മാറി നാളത്തെ ദിവസം ഏതു പ്രവൃത്തിയിലും വിജയം തനിക്ക് ലഭിക്കും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വന്നു ചേരുന്ന ദിവസമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ നാളത്തെ ദിവസം ഉടനീളം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. സഹായ സഹകരണങ്ങൾ, ഇന്നലെ വരെ നിങ്ങൾക്ക് നേരെ മുഖം തിരിച്ച പലരിൽ നിന്നും നാളത്തെ ദിവസം പല രീതിയിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാനും അതുവഴിയും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ദിനം തന്നെയായിരിക്കും. പൂരാടം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം, കുടുംബത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ദിനമായിരിക്കും. ധനനേട്ടമുണ്ടാകും. കിട്ടാതെയുള്ള ധനങ്ങൾ, തടസ്സപ്പെട്ടിരിക്കുന്ന ധനമൊക്കെ നാളത്തെ ദിവസം ലഭിക്കുമെന്ന ചില അറിയിപ്പുകളൊക്കെ വന്നു ചേരുന്നതാണ്. അവസരോചിതമായി പ്രവർത്തിക്കുന്ന ആത്മധൈര്യം, കൈവിടാതെയുള്ള പ്രവൃത്തികളൊക്കെ വളരെ അനുകൂലമായ ഫലത്തെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ചില സമയങ്ങളിൽ ആത്മധൈര്യം നഷ്ടപ്പെട്ട ഒരാളെ പോലെ നിങ്ങൾ മാറാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഇടക്കാലം 2025 തുടക്കം മുതൽ ഇപ്പോൾ വരെയുള്ള ഒരു സമയം മനസ്സിനൊരു ഒട്ടും കട്ടിയില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആത്മവിശ്വാസമില്ല, സ്വന്തം കഴിവിൽ പോലും വിശ്വാസം നിങ്ങൾക്കില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. മനസ്സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന ദിനങ്ങളാണ്. മക്കളെ ഓർത്തുള്ള വേവലാതിയാണ് മനസ്സിനെ ഇപ്പോൾ ഒരുപാട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്നതാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുക. ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. പോസിറ്റീവായിട്ടുള്ള ചിന്ത
ചിന്തകൾക്ക് മാത്രം മനസ്സിൽ സ്ഥാനം കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അവിട്ടം നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ജീവിതത്തിൽ ഇനി മംഗളകരമായ കാര്യങ്ങൾ മാത്രമായിരിക്കും നടക്കുന്നത്. ഇതുവരെ ഒരുപാട് പ്രയാസങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾക്ക് വരെ പഴി കേൾക്കേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ട്. അതൊക്കെ മാറുന്നതാണ്. തൊഴിലില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഉത്തമ തൊഴിൽ ലബ്ധിയൊക്കെ ഉണ്ടാകുന്ന ദിവസം കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ശ്രവിക്കാനും ചില ആളുകളിൽ നിന്ന് ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങൾ ഉണ്ട് എന്ന അറിവുകൾ ലഭിക്കാനൊക്കെയുള്ള സമയമാണ്. അപ്പോൾ കൂട്ടുകാരിൽ നിന്നായാലും ബന്ധുക്കളിൽ നിന്നായാലും അല്ലെങ്കിൽ പത്രത്തിൽ നിന്നായാലും ചില മാധ്യമങ്ങളിൽ നിന്നായാലും ജോലിക്കുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കുള്ളൂ. കാരണം എന്തായാൽ നല്ല സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളും, ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ചെവിയിലേക്ക് പല ആളുകൾ മുഖേന എത്തുന്നത്. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന കാര്യങ്ങളെ തള്ളിക്കളയാതിരിക്കുക. എവിടെ നിന്നാണ് ഭാഗ്യം വരുന്നത്, എപ്പോഴാണ് ഭാഗ്യം വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കില്ല, അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല കാര്യങ്ങളും വന്നു ചേരുന്നത്. ഇവിടെയും അതുപോലെ അപ്രതീക്ഷിതമായ ചില ജോലിക്കുള്ള, അതേപോലെ വിവാഹ കാര്യങ്ങൾക്കൊക്കെയുള്ള സമയമാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരിൽ നിന്ന് കിട്ടുന്ന അറിവുകളും ചെറുതായി കാണാതിരിക്കാനും ശ്രദ്ധിക്കുക. രേവതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അല്പം ചിലവുകളൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ധനപരവുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അല്പം വർക്ക് ഓവർലോഡായിട്ടൊക്കെ ഉണ്ടാകുന്ന, അല്പം സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കും. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട്, അതായത് ജോലി സ്ഥലത്തായാലും കൂടെ ജോലി ചെയ്യുന്നവരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ ചില ചിലവുകളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു പനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളും നാളത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടി വേണം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ. കർമ്മമേഖലയിലേക്കാണെങ്കിൽ അങ്ങനെ, വിദ്യയുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ, ഏതായാലും നിങ്ങൾ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്തുള്ള സ്ഥലദൈവത്തിനെ നന്നായി പ്രാർത്ഥിച്ച് ആ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് കിട്ടുന്ന ചന്ദനമാകട്ടെ, സിന്ദൂരമാകട്ടെ, ഭസ്മമാകട്ടെ ഏതായാലും നെറ്റിയിൽ അണിഞ്ഞു പോകാനും കുറച്ചെടുത്ത് കയ്യിൽ സൂക്ഷിക്കാൻ, ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിലോ സ്കൂൾ ബാഗിലാണെങ്കിൽ അങ്ങനെ ഒന്ന് സൂക്ഷിക്കാനും ശ്രമിക്കുന്നത് നാളത്തെ ദിവസം പൂർണ്ണമായ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്നതിന് സഹായിക്കുന്നതാണ്.